ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അരയും തലയും മുറുക്കിയുള്ള നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അംഗത്തിലെ ഫലം നൽകുന്ന സൂചന എന്താണ്? പിണറായിസവും ജനവും തമ്മിലുള്ള പോരാട്ടമെന്ന രാജിവെച്ച MLA PV അൻവറിന്റെ പ്രയോഗം അറം പറ്റിയും. ഭരണനേട്ടത്തിന്റെ പ്രോഗ്രസ് കാർഡുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമ്പടിച്ചിട്ടും നടത്തിയ പ്രചാരണ പരിപാടികളിലുടനീളം ജമാഅത്തെ വർഗീയ വോട്ട് എന്ന് ആവർത്തിച്ചതും തിരിച്ചടിയായി. നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നിരാശപ്പെട്ട സാഹിത്യകാരന്മാരുടെ വേദനയേക്കാൾ വെയിലും മഴയുമേറ്റ് തെരുവിലായ ആശമാരുടെ വേദനയ്ക്കൊപ്പമാണോ നിലമ്പൂർ നിലയുറപ്പിച്ചത്? ഇടത് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും സ്വരാജിനെ കൈവിട്ടപ്പോൾ ആകെ തുണച്ചത് കരുളായി. അൻവറാകട്ടെ ഒറ്റയ്ക്കിറങ്ങി കിട്ടുന്ന വോട്ടുകൾ വാങ്ങിക്കൂട്ടി. അത് 19,760 എന്ന വലിയ കണക്കിലേക്ക് എത്തുമ്പോൾ പിണറായി സത്തിലുള്ള PV അൻവറിന്റെ മറുപടിയാവുകയാണ്. അടിസ്ഥാന വോട്ടുകൾ അനങ്ങിയില്ല എന്നതാണ് ഇടതിന്റെ ആശ്വാസം. അപ്പുറത്ത് കോൺഗ്രസും ലീഗും കൈകോർത്ത് ബൂത്ത് തലത്തിൽ നടത്തിയ അസാമാന്യ പ്രവർത്തനം 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന്. 19 വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിലെത്തിയ സ്വരാജ് പരാജയം ഏറ്റുവാങ്ങുമ്പോൾ സർക്കാർ വിരുദ്ധ തരംഗമോ എന്നതാണ് ചോദ്യം. മുസ്ലിം ലീഗ് പ്രതിനിധി PK നവാസ്, CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, തൃണമൂൽ പ്രതിനിധി EA സുഗു എന്നിവരാണ്. ആദ്യം നവാസ്, അഭിനന്ദനങ്ങൾ. ഈ വിജയത്തിൽ നവാസിന്റെ പങ്കുമുണ്ടല്ലോ. ലീഗും കോൺഗ്രസും യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് നടത്തിയ പ്രചാരണം അത് നിലമ്പൂരിൽ ഭൂരിപക്ഷം നേടിത്തന്നിരിക്കുന്നു. പക്ഷേ 15,000 ഭൂരിപക്ഷം എന്ന് പ്രതീക്ഷിച്ചെടുത്ത് അതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ LDFിന്റെ വോട്ട് നിലനിർത്താനായി UDFിന്റേതും അൻവറിന്റേതും എന്നൊരു വിലയിരുത്തലുണ്ട്. അതിനോട് എന്താണ് പ്രതികരണം? ഒന്ന്, ഇപ്പോൾ ഇന്ന് രാവിലെ പരാജയത്തിന് ശേഷം CPMന്റെ പ്രതിനിധികളൊക്കെ പുതിയ ക്യാപ്സ്യൂളുകളാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഴയ മലയാള സിനിമയിൽ, സന്ദേശം സിനിമയിൽ ശങ്കരാടി ചേട്ടനെ കുറിച്ച് പറയാറുണ്ട്. ശങ്കരാടി തിസീസ് എന്ന പോലെ പല രൂപത്തിലാണ് ഇത്തരം തിസീസുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ് സ്മൃതി. തിരഞ്ഞെടുപ്പിന് മത്സരത്തിന് മുൻപേ എല്ലാവരും പറഞ്ഞത്, എൻ്റെ പാനലിസ്റ്റായിട്ടുള്ള സുഹൃത്ത് അരുൺകുമാർ ഉൾപ്പെടെ പറഞ്ഞത്, ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്നാണ്. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണെങ്കിൽ 11,000-ൽ പരം വോട്ടിന് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ പ്രതിനിധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 14,567 വോട്ട് കുറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ 1.25 ലക്ഷം ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് വേണ്ടി ഉപതെരഞ്ഞെടുപ്പിനെ നമ്മൾ കണ്ടത്. എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജനങ്ങൾ അതിശക്തമായ അവരുടെ വികാരം രേഖപ്പെടുത്തിയതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിയുടെ ഈ വലിയ പരാജയം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇവരെ വോട്ടുകളുടെ കണക്ക്, ശതമാനം, അങ്ങനെയൊക്കെയാണ് സാധാരണ ഇടതുപക്ഷം വരാറുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തവണ കണക്ക് പറഞ്ഞും ശതമാനം പറഞ്ഞൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയുടെ വോട്ട് എന്ന് പറയുന്നത് 81,227 വോട്ടാണ്. ഇത്തവണത്തെ കുത്തനെ കുറഞ്ഞു. 14,567 വോട്ട് കുറഞ്ഞിട്ട് 66,000-ലേക്ക് കുത്തനെ കുറഞ്ഞു. ശതമാനം നോക്കുകയാണെങ്കിൽ 9% കുറവാണ്. അത് വലിയ വ്യത്യാസമാണ്. 9.6% വ്യത്യാസത്തിലേക്ക് ഇടതുപക്ഷം പരാജയത്തിൻ്റെ അതിൻ്റെ ആഘാതം അറിഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ തെരുവിൽ സമരം ചെയ്ത ആശമാരുടെ വികാരത്തെ ജനങ്ങൾ അംഗീകരിച്ചതിന്, അവരുടെ സമരത്തെ ജനങ്ങൾ അംഗീകരിച്ച തെരഞ്ഞെടുപ്പാണ്. ഇവർ ഗവൺമെൻറ് അംഗീകരിച്ചില്ല, ജനങ്ങൾ അംഗീകരിച്ചു. തൊഴിലില്ലാത്ത യുവാക്കൾ നിരന്തരമായി തെരുവിൽ സമരമുദ്രാവാക്യം മുഴക്കിയപ്പോൾ അത് കേട്ടു ഇവിടുത്തെ ജനങ്ങൾ എന്നതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാണുന്ന സവിശേഷത എന്ന് പറയുന്നത്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപ്പിൽ മുട്ടുകുത്തിയും കയ്യിൽ മെഴുകുതിരി കത്തിച്ചും സമരം ചെയ്തിരുന്ന നമ്മുടെ PSC ലിസ്റ്റിൽപ്പെട്ട അംഗങ്ങൾ അവരുടെ സമരത്തെ ജനങ്ങളുടെ കാതുകൊണ്ട് അവർ കേൾക്കാൻ തയ്യാറായി. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനത, നികുതിക്കൊള്ളയിൽ പൊറുതിമുട്ടിയ ജനത, പെൻഷൻ തിരിമറികൾ നടത്തിക്കൊണ്ട് ഇലക്ഷൻ സമയത്ത് മാത്രം കൊടുക്കുന്ന ഒരു പെൻഷനാക്കി മാറ്റിയ ഒരു ജനത, ഇതിനെല്ലാം അപ്പുറം മലപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത് മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയായി ചാപ്പകുത്താൻ വേണ്ടി ഈ സർക്കാർ ശ്രമിച്ചതിനെതിരെയുള്ള വലിയ പ്രതിരോധം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനിൽ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം പോലീസിനെ RSSന് വഴിപ്പെടുത്തി കൊടുത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിരോധം ഉണ്ടാകണം, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് അതിന് പ്രതിഷേധം ഉണ്ടാകണം ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ രൂപത്തിലേക്ക് ആൻറ്റി ഇൻകൻസ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. വലിയ രൂപത്തിൽ അത് പ്രതിഫലിച്ചു വന്നതിൻ്റെ തെളിവ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും കണ്ടു. ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 5 ഇടങ്ങളിൽ അവർക്ക് മേൽക്കോയ്മ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ ഒരിടത്തുമില്ലാതെ ഒരു 100 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ, 100 ചില്ലാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രം കരുളായിയെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും UDFിൻ്റെ തരംഗ് കണ്ടു. ബൂത്ത് വൈസിലുള്ള കണക്കുകൾ നമ്മളിന്ന് പരിശോധിച്ചു.
മഹാഭൂരിപക്ഷ ബൂത്തുകളിലും ജനങ്ങൾ ബ്ലോക്കായി UDF നിൽക്കുന്ന നമ്മൾ കണ്ടത്. എതിർ സ്ഥാനാർത്ഥിയുടെ സ്വന്തം പഞ്ചായത്ത് എന്ന് മാത്രമല്ല സ്വന്തം ബൂത്തിൽ പോലും UDF ലീഡ് ചെയ്യുന്നൊരു അസാധാരണമായ സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ വിജയങ്ങൾ ഉണ്ടായത്, അതിന് തുടർച്ച നിലമ്പൂരിലും ഉണ്ടാകാൻ ഞങ്ങൾക്ക് സാധ്യമായി. ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആരംഭിച്ച ഒന്നാണ്. അങ്ങനെയെങ്കിൽ ഈ സർക്കാർ ഇനി ഇവിടെ ഞങ്ങൾ തുടരുന്ന സർക്കാർ അതൊരു കാവൽ മന്ത്രിസഭയായി മാത്രം ഞങ്ങൾ കാണുകയാണ്. 2026 ഫൈനൽ മത്സരത്തിലേക്ക് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി ശക്തി നൽകുന്ന ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടായി ഞങ്ങൾ ഇതിനെ കാണുന്നു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്നതിന്റെ തുടക്കമാണ് നിലമ്പൂരിൽ നിന്നുണ്ടായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ വിശ്വസിക്കുക. ശരി, അഡ്വക്കേറ്റ് കെ സെൻകുമാർ, പ്രചാരണത്തിലുടനീളം UDF-നെതിരെ CPIM പറഞ്ഞിരുന്ന വാദങ്ങൾ തന്നെയാണ് പരാജയശേഷവും പറയുന്നത്. അവിടെ വർഗീയ വോട്ടുകൾ ആണ് UDF-നെ വിജയിപ്പിച്ചത് എന്ന്. ഈ സ്ഥിരം പ്രതികരണത്തിൽ നിന്നും എന്തുകൊണ്ടാണ് മാറാത്തത്? ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന പഞ്ചായത്ത്, നിങ്ങളുടെ പഞ്ചായത്തുകൾ, നിങ്ങളുടേതായിരുന്ന നിലമ്പൂർ നഗരസഭ, ഇവിടെയൊക്കെ തന്നെയും വലിയ ലീഡിലേക്ക് UDF എത്തുമ്പോൾ ആകെ രക്ഷിച്ചിരിക്കുന്നത് കരുളായി മാത്രമാണ്. അത് വെറും 118 വോട്ടിനാണ് അവിടെ സ്വരാജിന് ലീഡുണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭയിലടക്കം പ്രതിഫലിച്ച ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വർഗീയ വോട്ടിന്റെ വിജയമായിട്ടാണോ കാണുന്നത്? അങ്ങനെ പറയുമ്പോൾ അത് നിലമ്പൂർ ജനതയെ അപമാനിക്കലല്ലേ? ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ഏകദേശം 11,000 വോട്ടിന് വിജയിച്ചു. ആ വിജയിയെ ഈ അവസരത്തിൽ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മതനിരപേക്ഷ രാഷ്ട്രീയവും അതുപോലെ തന്നെ വികസന രാഷ്ട്രീയവുമാണ് LDF മുന്നോട്ട് വെച്ചത്. അത് വളരെ ഗൗരവമായിട്ട് വോട്ടർമാരുടെ മുന്നിൽ വിശദീകരിക്കാനും അതുപോലെ ക്യാമ്പയിനാക്കി മാറ്റാനും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാക്കി മാറ്റാനും ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. അത് വലിയ തരത്തിൽ ജനങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ. ഏതെങ്കിലും മേഖലയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യാൻ, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്, ഏതെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ, കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും. ഓരോ ബൂത്തിലെയും വോട്ടിന്റെ ഘടനയെ തലനാരിഴെ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പോൾ വോട്ടിന്റെ കണക്കൊക്കെ വന്നു, അതിന്റെ പാർട്ടി ഘടകങ്ങളും ബന്ധപ്പെട്ട ഘടകങ്ങളും എല്ലാം ആയിരിക്കും സൂക്ഷ്മമായിട്ട് അതിൽ പരിശോധിക്കുക. ഇവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കി എന്ന രൂപത്തിലാണ് രാവിലെ മുതൽ UDF-ന്റെ നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളുടെ വോട്ട് ബാങ്കിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇവിടെ 34 വർഷം തുടർച്ചയായിട്ട് UDF ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 ടൈം 9 വർഷം LDF സ്വതന്ത്രനാണ്. ആ സ്വതന്ത്രനെ അണിനിരത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു 10-15,000-ഓളം വോട്ട് കൂടുതലായി ഞങ്ങളുടെ സ്ഥിരം വോട്ടിനേക്കാൾ കൂടുതൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് 2016 സ്വതന്ത്രനെ അണിനിരത്തി ഞങ്ങൾ നേടിയ വോട്ടിനേക്കാൾ 11,198 വോട്ട് കുറഞ്ഞു. 2021 ഞങ്ങൾ സ്വതന്ത്രനെ അണിനിരത്തി മണ്ഡലം നിലനിർത്തിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ 14,567 വോട്ടാണ് കുറഞ്ഞത്. ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് 66,660 1991, 96, 2001 തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് ഒരു 52,000, 55,000 ആ താരിപ്പിലായിരുന്നു LDF-ന്റെ വോട്ട്. 2006 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് 2 കൊല്ലം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിലും LDF വിജയിച്ച് വലിയ ഒരു തരംഗമുണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അത് 69,452 വോട്ടാണ്. ആ വോട്ടിലേക്ക് ഞങ്ങൾക്ക് ഇപ്പൊ എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് 2,792 വോട്ട് കുറവുണ്ട് 2006 താരതമ്യപ്പെടുത്തുമ്പോൾ. പക്ഷേ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അത് LDF എന്നുള്ള രൂപത്തിൽ ഞങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞു. സ്വതന്ത്രം വിട്ടുപോയി. സ്വതന്ത്രനായിട്ട് തന്നെ മത്സരിച്ചു. അദ്ദേഹം ഏകദേശം 20,000-ന്റെ അടുത്ത് വോട്ട് പിടിക്കുമ്പോഴും അത് ഭീമമായിട്ടുള്ള ഒരു കുറവ് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മറ്റൊന്ന്, 2021 പോൾ ചെയ്ത വോട്ടിനേക്കാൾ 3,000 വോട്ട് കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തു. UDF-ന്റെ പ്രതിനിധി ഉൾപ്പെടെ UDF-ന്റെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാ ചർച്ചകളിലും അതുപോലെ തന്നെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് ഞങ്ങൾക്ക് ഉറപ്പുള്ള 7,000 വോട്ട് ഞങ്ങൾ പുതുതായി ചേർത്തു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ 7,000 പ്ലസ് 3,000 ഏകദേശം ഒരു 10,000 വോട്ടിന്റെ വർധനവ് ഈ ഇതിൽ വരേണ്ടതാണ്, കൃത്യമായിട്ടുള്ള വർധനവ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടിയ വോട്ടിനേക്കാൾ ഏകദേശം 790 വോട്ട് കുറയുകയാണ് UDF-ന് ചെയ്തത്. VV പ്രകാശൻ കിട്ടിയ വോട്ടിനേക്കാൾ 3,000 വോട്ട് പോളിംഗ് കൂടി 7,000 വോട്ട് UDF എന്ന രൂപത്തിൽ തന്നെ ചേർത്തു. എന്നിട്ടും 790 വോട്ട് കുറയുകയാണ് ചെയ്തത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ 2019 അവർക്ക് കിട്ടിയ വോട്ടിനേക്കാൾ UDF കിട്ടിയ വോട്ടിനേക്കാൾ 26,125 വോട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് കുറഞ്ഞത്. 2024 രാഹുൽ ഗാന്ധി പിടിച്ച വോട്ടിനേക്കാൾ 21,588 വോട്ട് കുറഞ്ഞു. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി പിടിച്ച വോട്ടിനേക്കാൾ 17,306 വോട്ട് കുറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ LDF വെറും 29,911 വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടാണ് ഞങ്ങൾ 66,660 ആയിരിക്കുന്നത്. വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ ഞങ്ങളുടെ അടിത്തറയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. എത്രയായിട്ടാണ് കണക്കാക്കുന്നത്? കാരണം 60,000 മുകളിൽ എന്ന് പറയുമ്പോൾ ഈ 2006 19 വർഷം മുമ്പ് പാർട്ടി ചിഹ്നത്തിൽ ശ്രീരാമകൃഷ്ണൻ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 69,500 ഇപ്പോൾ അത് എത്രയായിരിക്കുന്നു സ്വരാജിലേക്ക് എത്തുമ്പോൾ? അതിനിടയ്ക്ക് PV അൻവർ വന്നപ്പോൾ 16 77,800 വോട്ട് കിട്ടി. അതിനുശേഷം കഴിഞ്ഞ തവണ PV അൻവറിന് 81,200 കിട്ടി. അപ്പോൾ അൻവറിന്റേതായ സംഭാവന പ്ലസ് നിങ്ങൾക്ക് അടിസ്ഥാനമായി അവിടെയുള്ള കേഡർ വോട്ട് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ കേഡർ വോട്ട് എത്രയാണ്? അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കുറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിലുള്ള ഒരു കണക്ക്? അല്ല, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, 91, 96, 2001 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിന്റെ താരിപ്പ് ഒരു 54,000 54,000 3 തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ ഒരു താരിപ്പ്. 2001 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 18 ലോക്സഭാ മണ്ഡലവും ഞങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഞങ്ങൾക്ക് 69,452 വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് അരിവാൾ ചുറ്റിയിൽ തന്നെ ശ്രീരാമകൃഷ്ണന് കിട്ടിയ വോട്ടാണ്. ആ വോട്ടിൽ നിന്ന് 2,792 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാണ്. ആ കുറവിന്റെ കാരണം ഞങ്ങൾ പരിശോധിക്കുക. അപ്പൊ നമ്മുടെ താരിപ്പ് വോട്ട് എപ്പോഴും 60,000 താഴെയാണ്. LDF വോട്ട് ഒരു തവണ മാത്രമാണ് അതിനെ കവർ ചെയ്തിട്ടുള്ളൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പോരാടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്വതന്ത്രന്റേതായിട്ടുള്ള സ്വാധീനത്തിലുള്ള കുറെ വോട്ടുകൾ വരും. ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശ്രീ PV അൻവർ പിടിക്കുന്ന വോട്ടിന്റെ 80% LDF ആയിരിക്കും, 20% UDF ആയിരിക്കും എന്നതാണ്. അപ്പോൾ 20,000 വോട്ടോളമാണ് ശ്രീ PV അൻവർ പിടിച്ചത്. അദ്ദേഹത്തിന്റെ കണക്ക് കടമെടുത്താൽ ഏകദേശം 16,000 വോട്ട് LDF വോട്ട് അദ്ദേഹം പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈ കണക്കൊക്കെ കൃത്യമാണ്. ഞങ്ങളുടെ 66,000 ആ 16,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 15,000 കൂട്ടിയാലും അൻവറിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ തവണ കിട്ടിയ ഞങ്ങളുടെ വോട്ടിനേക്കാൾ കൂടുതൽ വരും. പക്ഷെ UDF കിട്ടിയ 20% വോട്ട് അവരുടെ കണക്കിൽ കാണുന്നില്ല. കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൽ 790 വോട്ട് കുറവാണ്. 3,000 വോട്ട് കൂടി 7,000 വോട്ട് അവർ സ്വതന്ത്രമായി ചേർന്നു. എണ്ണം കൂടിയല്ലോ. അപ്പോൾ അതിൽ എത്ര, ഒരു മിനിറ്റ് വരാം, അതിൽ എത്ര കിട്ടിയിട്ടുണ്ട് CPM? പുതിയ വോട്ടർമാരിൽ എത്ര വോട്ട് നിങ്ങൾക്ക് കിട്ടി? ഞാൻ പറഞ്ഞല്ലോ, പുതുതായിട്ട് 3,000 വോട്ടർമാരാണ് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ പോൾ ചെയ്തത്. കാരണം പോളിംഗ് ശതമാനം, പോൾ ചെയ്ത വോട്ട് കഴിഞ്ഞ തവണത്തെ എണ്ണം എടുത്തു നോക്കിയാൽ അതിൽ ഏകദേശം 3,000 വോട്ടാണ് കൂടിയത്. അപ്പോൾ അതിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതിയ വോട്ടർമാരിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള വോട്ടുണ്ട്. അപ്പൊ അതൊക്കെ സൂക്ഷ്മമായിട്ട് ഞങ്ങൾ പരിശോധിക്കും. കാരണം നിലവിലെ കണക്കുകൾ പ്രഥമ ദൃഷ്ടിയ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ ഇരട്ടിയിലധികമാണ്. കാരണം 29,911 ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 9-10 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ നിന്ന് 9 പ്രിയങ്ക ഗാന്ധി മത്സരിക്കും 9 മാസം ആയില്ലല്ലോ, ഉപതെരഞ്ഞെടുപ്പായിരുന്നു, 5-8 മാസമേ ആയുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾക്ക് 36,749 വോട്ടാണ് വർദ്ധിച്ചത്. കാരണം അന്ന് വെറും 29,911 എന്നുള്ളതാണ് ഇപ്പോ 66,660 മാറിയത്. അപ്പൊ അതുകൊണ്ട് ഓരോന്നും സൂക്ഷ്മമായിട്ട് ഞങ്ങൾ തലനാരിഴ പരിശോധിക്കും. ഏത് കുറവാണ് വന്നത് എന്ന് പരിശോധിക്കും, പോരായ്മ എവിടെയാണ് എന്ന് പരിശോധിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വോട്ടിനെ കുറിച്ച് അടുത്ത ആളിലേക്ക് പോകാം. അല്ല സ്മൃതി, സത്യത്തില് സ്മൃതി അരുൺകുമാറിന്റെ സംസാരം കേൾക്കും. ഒരു മിനിറ്റ്, അരുൺ പൂർത്തിയാക്കൂ. അല്ല, ഞാൻ വസ്തുതകൾ വച്ചിട്ടാണ് സംസാരിച്ചത്. ഈ വസ്തുതകൾക്കിടയിലും ഞങ്ങളുടെ തോൽവി അംഗീകരിച്ചുകൊണ്ടും ആ തോൽവി പരിശോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ആരെങ്കിലും വാദത്തിന്റെ രേഖകൾ വെച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. സഖാവ് സ്വരാജ് പറഞ്ഞതുപോലെ ശരിയായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ആ ശരിയായ നിലപാടിന് എപ്പോഴും അംഗീകാരം കിട്ടണമെന്നില്ല. പക്ഷെ അംഗീകാരം കിട്ടിയില്ല എന്ന് വെച്ച് ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകില്ല. ഗവൺമെന്റിന്റെ വികസന രാഷ്ട്രീയവും അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള ഈ മതനിരപേക്ഷ കാഴ്ചപ്പാടും ഒരൊറ്റ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അത് കൂടുതൽ ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കും. അതിലിപ്പോ SDPI അവിടെ മത്സരിച്ചു. SDPI മത്സരിക്കുമ്പോഴും കഴിഞ്ഞ വർഷം കിട്ടിയ SDPIയുടെ വോട്ടിന്റെ 1,200 വോട്ട് കാണാനില്ല.
കാരണം SDPI വളർന്നു എന്നും കൂടുതൽ സ്വാധീനമുണ്ട് എന്നതാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു എനിക്ക് കിട്ടും. ഇപ്പൊ മലയോര മേഖലയിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തി ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ എല്ലാം ഒത്താശയുണ്ട്, വലിയ തരത്തിൽ വോട്ട് ആർജിക്കുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ തവണത്തെക്കാലം 53 വോട്ടിന്റെ വ്യത്യാസമുണ്ടെങ്കിലും അവർ ഉദ്ദേശിച്ച വലിയ വോട്ട് കിട്ടിയില്ലെന്നും എനിക്കുള്ള വോട്ട് പലതും സ്വരാജിന് പോയി എന്നും അദ്ദേഹം ഇന്നലെ കോൺഗ്രസിന് പോയി എന്നും ഇന്നലെ പ്രതികരണത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകുന്നത് പിണറായി വിജയനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്ന വോട്ടാണത്. എനിക്ക് കിട്ടുമായിരുന്ന വോട്ടുകൾ എന്റെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഈ തരത്തിൽ പ്രചാരണത്തിന് വന്നിരുന്നു ആര്യടൻ ഷൗക്കത്തിന്റെ ആളുകൾ. അപ്പോൾ ആ വോട്ട് പോയിട്ടുണ്ട്, ആ വോട്ട് എനിക്ക് കിട്ടുമായിരുന്ന വോട്ടുകൾ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇന്ന് അദ്ദേഹം അത് ഒന്നുകൂടി വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ള പരിചയക്കുറവ് മൂലം വന്നിരിക്കുന്ന ഒരു വാചകമാണ്. അതൊരു ആയുധമാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. എന്നാൽ ഞാൻ ഒന്ന് നവാസിലേക്ക് പോയ ശേഷം, നവാസ്, ഈ കണക്കിൽ ഒരു മറുപടി ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ആദ്യം സ്മൃതി, ഞാനൊരു കാര്യം പറയുന്നത്, ഈ തോറ്റ് തുന്നം പാടി നിൽക്കുമ്പോഴും ഇങ്ങനെ വന്ന് ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. ഞാനത് CPMന്റെ ഈ ചർച്ച മാത്രമല്ല, തൊട്ട് മുമ്പ് ഒരു ചർച്ച ഇരുന്നപ്പോഴും ഇതേ ന്യായീകരണം സ്വയം ക്യാപ്സ്യൂളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അവരെ ഒന്ന് എന്താ പറയുക, ഈ ഘട്ടത്തിൽ ഇങ്ങനെ പറയാൻ കഴിയുന്ന അവരുടെ ആത്മധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കണക്കുണ്ട്, അദ്ദേഹം പറഞ്ഞ കണക്ക് തന്നെ ഞാൻ എടുക്കാം. 2006 P. രാമകൃഷ്ണൻ മത്സരിച്ചത്. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 69,452 വോട്ടാണ്. എന്ന് വെച്ചാൽ 19 വർഷം മുമ്പേ, ഒന്ന് റൗണ്ടാക്കി പിടിച്ചാൽ 20 വർഷം മുൻപ് അന്ന് കിട്ടിയ വോട്ട് 69,452 വോട്ട്. ഇന്ന് കിട്ടിയ വോട്ട് എത്രയാ? 66,660 വോട്ട്. എന്ന് വെച്ചാൽ 2006 20 വർഷം മുൻപ് P. രാമകൃഷ്ണൻ പിടിച്ച വോട്ടിനേക്കാൾ 2,792 വോട്ട് കുറവാണ്. 20 കൊല്ലം പിറകിൽ നിങ്ങൾ പോയാലും ഇപ്പോൾ 2,792 വോട്ട് കുറവാണ്. അരുൺകുമാർ, 20 വർഷം മുൻപിലാണ് നമ്മളുള്ളത്. ഇതിനിടക്ക് 1,00,000-ലധികം വോട്ട് ആ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ന്യായീകരിക്കുമ്പോൾ സ്വന്തം പറയുന്ന കണക്കുകളെ കുറിച്ചൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണ്ടേ? 20 വർഷം പിറകോട്ട് പോയി ന്യായീകരിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ജനങ്ങൾ നിങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളു. 20 വർഷത്തിനിടയിൽ ചേർത്ത് ഒരു വോട്ട് പോലെ നിങ്ങൾ കൂട്ടണ്ട. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു, താങ്കളല്ലേ 2006 കണക്ക് വായിച്ചത്, ഞാനല്ല. മണ്ഡല പുനർനിർണയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിലാണ് മാറിയത്. ശരി, നവാസ് പൂർത്തിയാക്കൂ, എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. BJP മണ്ഡലം പുനർനിർണയം അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ മണ്ഡലം പുനർനിർണയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാഗത്തിലേക്ക് വന്നാൽ തന്നെ ഞാൻ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? അമരമ്പലം പഞ്ചായത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ 704 വോട്ട് ലീഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അമരമ്പലം പഞ്ചായത്ത് ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അരുൺകുമാർ. ഞാൻ ആ പഞ്ചായത്തിൻ്റെ ചുമതല വഹിച്ച ആളാണ്. ഞാൻ ആ പഞ്ചായത്തിലെ 35 ബൂത്തിലാണ് ഞാൻ പ്രവർത്തിച്ചത്. അവിടെ 704 വോട്ട് ഭൂരിപക്ഷം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്ത്, CPM മെമ്പർമാരുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിക്കകത്ത് നിങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി, മുസ്ലിം ലീഗിന് ഒരു അംഗങ്ങൾ പോലും ഇല്ലാത്ത മുനിസിപ്പാലിറ്റി, ഭരണത്തിൽ നിങ്ങളുള്ള മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയിൽ 3,900 4,000 വോട്ട് ഞങ്ങൾക്ക് ലീഡ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങൾക്ക് ജനങ്ങൾ ഞങ്ങളെ കൂടെ അല്ല നിങ്ങളുടെ കൂടെ തന്നെയാണ്. ശരിയാണ്, നിങ്ങൾ അങ്ങനെ തന്നെ ധരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളത് തിരിച്ചറിഞ്ഞു പോയാൽ വലിയ അപകടം സംഭവിക്കാം. 2026 തെരഞ്ഞെടുപ്പ് ഒരുങ്ങി നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് ഇതേ ന്യായീകരണം നിങ്ങൾ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ സ്മൃതി ഒരു കാര്യം പറയും, ഇപ്പൊ അവർ പറഞ്ഞല്ലോ ഈ വർഗീയവാദികളുടെ വോട്ട്, ഈ സ്ഥിരം ക്യാപ്സ്യൂൾ, ഈ പാലക്കാടും തൃക്കാക്കരയിലും കേട്ട സെയിം സാധനത്തിന്റെ പുതിയ വേർഷൻ ഇവിടെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ മലപ്പുറത്തിന് ഉള്ളടക്കം വർഗീയമാണ് എന്നാണ് അന്ന് വിജയരാഘവൻ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി ജയിച്ചപ്പോൾ മുൻപിലും പിറകിലും വർഗീയവാദികളാണ് എന്നാ പറഞ്ഞത്. ഇവിടെ വർഗീയവാദികളാണ് എന്ന് ഇവിടുത്തെ വോട്ടർമാരെ വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു പുതുമയൊന്നുമില്ല. ഈ നിലമ്പൂർ 2 തവണ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്തതാണ്. ആ 2 തവണയും ഇവർ ഞങ്ങളെ വർഗീയവാദികളെന്ന് വിളിച്ച ആളുകളാണ്. അതുകൊണ്ട് അതിൽ വലിയ കൗതുകമൊന്നുമില്ല. ഒരു കാര്യം ഞങ്ങൾ പറയുന്നുള്ളൂ, അതിശക്തമായ ജനവിരുദ്ധ സർക്കാരായി ഈ സർക്കാർ മാറിയിരിക്കുന്നു. കേരളം കണ്ട 22 മുഖ്യമന്ത്രിമാരിലെ ഏറ്റവും പരാജിതനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഞങ്ങൾ നിലമ്പൂരിൽ കണ്ടത്. അത് ഗ്രൗണ്ടിൽ ഞങ്ങൾ അനുഭവിച്ചതാണ്. ആ ആത്മവിശ്വാസമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ BJP വോട്ട് മറിച്ചു എന്നൊരു ആരോപണം ഇനി പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 53 വോട്ട് കൂടുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തി ക്രൈസ്തവ മേഖലയിൽ നിന്നും പരമാവധി വോട്ട് പിടിക്കാം, മലയോര മേഖല ഒക്കെയുള്ള പ്രദേശമായതുകൊണ്ട് അത് സാധിക്കും എന്നുള്ള പ്രതീക്ഷ അസ്ഥാനത്തായില്ലേ? കഴിഞ്ഞ തവണത്തേക്കാൾ 53 വോട്ടാണോ കൂടിയത്? ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 160 വോട്ടുകളോളം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 2021 ഞങ്ങൾക്ക് അവിടെ 8,500 വോട്ടാണ് കിട്ടിയത്.
ഇത്തവണ ഞങ്ങൾക്ക് അവിടെ 8658 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 158 വോട്ടുകളുടെ വർധനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ്. അതിലെ കൗതുകം ഈ തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ട് വർദ്ധിച്ചിട്ടുള്ള ഒരേ ഒരു പാർട്ടി BJP ആണ് എന്നുള്ളതാണ്. അവിടെ ജയിച്ചു എന്ന് പറയുമ്പോഴും UDF അവിടെ 1000 വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. LDF സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമാണ് അവിടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. 14,500 വോട്ടുകളോളം അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വോട്ട് കുറയാണ് ചെയ്തിട്ടില്ലെങ്കിൽ BJP മാത്രം അവരുടെ ഫോർട്ട് കാത്തു എന്ന് മാത്രമല്ല വോട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആനുപാതികമായിട്ടുള്ള വോട്ടുകൾ വർദ്ധിപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് 5% വോട്ടാണ് അവിടെ ഉള്ളത്. 3000 പുതിയ വോട്ടർമാരാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 5% എന്ന് പറയുന്നത് 150 ഞങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള വർധനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഈ തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും യാതൊരു പഴുതുമില്ല. ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞ പോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരു ദീർഘമായിട്ടുള്ള ഉത്തരം പറഞ്ഞതിൽ നിന്ന് 1 മിനിറ്റ് 21 സെക്കൻഡ് അടർത്തി എടുത്തുകൊണ്ട് അദ്ദേഹം മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത ഒരു ആരോപണം അദ്ദേഹത്തിന്റെ മേലെ കെട്ടിവെക്കുന്നൊന്നും മര്യാദയല്ല എന്നീ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഈ ഫലത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒന്ന്, അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 10 വർഷമായിട്ട് LDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ് നിലമ്പൂർ. ആ മണ്ഡലത്തിൽ വളരെ ദയനീയമായിട്ടുള്ളൊരു പരാജയം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. 14,000 വോട്ടുകൾ കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല 9% വോട്ട് ഇടിവ് ഉണ്ടായിട്ടുണ്ട്. അരുൺകുമാർ ഈ ചർച്ചയിൽ പറയുന്നു 2006 ഞങ്ങൾക്ക് 69,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സമയത്തൊക്കെ ഞങ്ങൾക്ക് 60,000 വോട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ വട്ടം കിട്ടിയിട്ടുള്ള 66,000 വലിയ വോട്ടാന്ന് പറഞ്ഞാൽ ഈ സമയത്തുള്ള വോട്ടുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അദ്ദേഹം ആലോചിക്കണം. 1,60,000 വോട്ടുകൾ മാത്രമാണ് 2006 തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റേർഡ് പോൾ ചെയ്തിട്ടുള്ള വോട്ടുകൾ ഉണ്ടായിരുന്നത്. അന്നത്തെ 69,000 അല്ല, 1,74,000 ആൾക്കാർ വോട്ട് ചെയ്തിട്ടുള്ള സമയത്തുള്ള 66,000 എന്ന് പറയുന്നത്. അതായത് 2011 മുതൽ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും LDF 45% താഴെ വോട്ട് മേടിച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് നിലമ്പൂർ. അത് 2011 45% വോട്ടുണ്ട്, 2016 47% വോട്ടുണ്ട്, കഴിഞ്ഞ തവണ 46% വോട്ടുണ്ട്. അവിടെ നിന്നാണ് സ്വരാജിനെ പോലത്തൊരു സ്ഥാനാർത്ഥി, എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള മോശമുള്ളൊരു സ്ഥാനാർത്ഥിയാണെന്നോ പോരായ്മയുള്ള സ്ഥാനാർത്ഥിയാണെന്നോ പറയാൻ കഴിയാത്ത ഒരാൾ, അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ വോട്ട് 37%ലേക്ക് പോകണം. 9% ഇടിയാണ്. അദ്ദേഹത്തിന് എല്ലാ പഞ്ചായത്തുകളും, കേരളായി ഒഴിച്ചിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളും, സ്വന്തം പഞ്ചായത്തിൽ സ്വന്തം ബൂത്തിൽ വരെ വോട്ട് കുറയുന്ന സാഹചര്യത്തിൽ LDFനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പറയാവുന്ന കാര്യമാണ്. അത് LDFന് അതിൽ എന്തെങ്കിലും ഒരു ഡിഫൻസ് ക്ലെയിം ചെയ്യാണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അതേസമയം ഇത്രയും ശക്തമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ മുഴുവൻ ആനുകൂല്യവും നേടിയെടുക്കാൻ UDFന് സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. UDF വിജയം നേടി എന്നുള്ളത് സാങ്കേതികമായി ശരി തന്നെയാണ്. 10,000 ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ തോത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും വോട്ടുകളല്ല UDFന് കിട്ടേണ്ടിയിരുന്നത്. മുൻപ് ഉണ്ടായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പോലും UDFന്റെ മാർജിൻ വളരെ കുറവാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഇപ്പൊ തൃക്കാക്കരയിലാണെങ്കിൽ 25,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമാ തോമസ് ജയിക്കുന്നത്. പുതുപ്പള്ളിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 37,000 ചില്ലുവാനും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിയുമ്മൻ ജയിക്കുന്നത്. ഏറ്റവും അവസാനം നടന്നിട്ടുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ 18,800 വോട്ട്, ഏതാണ്ട് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത്. എന്നാൽ 15,000 മുകളിലേക്ക് 20,000 അടുത്തേക്കുള്ള ഒരു സംഖ്യയിലേക്ക് എത്താൻ UDFന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഈ ആന്റി ഇൻക്യുമൻസിയുടെ യഥാർത്ഥ ഗുണഭോക്താവായിട്ട് PV അൻവർ മാറുകയും ചെയ്തു. അതായത് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയൊരു ജനവികാരമുണ്ട്. ആ വിരുദ്ധ വികാരം പക്ഷെ കൊടുക്കേണ്ടത് UDFനാണെന്ന് ജനങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നില്ല. UDFനോടും ആ തരത്തിലുള്ള ചില വിപരീതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവർ പുലർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് മൂന്നാമതൊരു സ്ഥാനാർത്ഥിക്ക് ആന്റി ഇൻക്യുമൻസി വോട്ടുകൾ ഗ്യാദർ ചെയ്യാൻ സാധിച്ചത്. ഇവിടെ നോക്കുമ്പോൾ PV അൻവർ പ്ലസ് LDF എന്ന് പറയുന്നത് ഇപ്പോഴും UDFനേക്കാൾ കൂടുതൽ വോട്ടുകളാണ്. അതായത് PV അൻവർ LDFന്റെ ഭാഗമായി തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ UDFന് ജയിക്കാൻ കഴിയുമെന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന് പഴുതില്ലാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം KPCC പ്രസിഡന്റിന് PV അൻവറിനെ പോലെ ഇത്രയും വോട്ടുകൾ നേടുന്ന ഒരാളെ മാറ്റി നിർത്താൻ സാധിക്കില്ല, അദ്ദേഹത്തെ UDFന്റെ ഭാഗമാക്കുന്ന കാര്യം പരിഗണിക്കേണ്ടി വരും, ആ വാതിൽ ഇപ്പോഴും അടഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരുന്നത്. നേരെ തിരിച്ച് കണക്കുകൾ അവഗണിക്കാനാവില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ശങ്കുട്ടിദാസ്, അതിലൊരു കാര്യമുണ്ട്. ഇപ്പോൾ UDFും PV അൻവറും ചേർന്ന് മത്സരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന 35,000 ഭൂരിപക്ഷമൊക്കെ ലഭിക്കുമായിരുന്നല്ലോ എന്ന വിലയിരുത്തൽ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ PV അൻവർ സഹകരിച്ച് നേടുന്ന വോട്ട്, അപ്പോൾ അത് PV അൻവറിന്റെ ക്രെഡിറ്റിലേക്ക് പോകും. PV അൻവറിന്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അപ്പോൾ UDF അവിടെ അപ്രസക്തമാവുകയാണ് ചെയ്യുക. അപ്പോൾ UDFിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അപ്രസക്തരാക്കിക്കൊണ്ട് അത് ഹൈജാക്ക് ചെയ്യാൻ PV അൻവർ എന്ന നേതാവിന് സാധിക്കും. അദ്ദേഹത്തിന് അതിനുള്ള കുശാഗ്ര ബുദ്ധിയുമുണ്ട്. ഇപ്പോൾ നോക്കൂ,
നോക്കൂ, പി വി അൻവറിൻ്റെതായി തെളിയിക്കാൻ പറ്റി, അപ്പുറത്ത് യു ഡി എഫിൻ്റെതായി തെളിയിക്കാൻ പറ്റി. ഇനി അങ്ങോട്ടുള്ള സഖ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും, അത് ആലോചിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ വാതിൽ അടച്ചിട്ടാണ്, അത് തുറക്കണോ എന്നുള്ള കാര്യത്തിൽ യു ഡി എഫ് കൂട്ടായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല, അത് നിങ്ങളുടെ റീഡിംഗ് ആണ്. പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വായനകൾക്ക് സാധ്യതയില്ല. ഞാൻ ആ കാര്യത്തെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. പി വി അൻവറിനെ കൂടെ നിർത്തണം എന്നുള്ളതായിരുന്നു ലീഗിന്റെ അഭിപ്രായമായിട്ടുണ്ടായിരുന്നത്. പാണക്കാട് കുടുംബം ആ അഭിപ്രായം ഉള്ളവരായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി ആ വിഷയത്തിൽ പലതവണ മധ്യസ്ഥതയിൽ പോലും ഏർപ്പെട്ടിട്ടുണ്ട്. പി വി അൻവർ പലതവണ യു ഡി എഫിനെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചിരുന്നു. എന്നാൽ പി വി അൻവറെ കൂടെ നിർത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് പി വി അൻവർക്ക് മാത്രമല്ല മുഴുവൻ സംവിധാനത്തിനും പോകുമെന്നും തന്റെ നേതൃത്വത്തിൽ മറ്റാരുടെയും സഹായമില്ലാതെ നടത്തി വിജയിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് വരുത്തേണ്ട ആവശ്യം ചിലർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു താൻപോരിമയുടെ ഏകാധിപത്യത്തിന്റെ പ്രദർശനമായിട്ടാണ് ഈ ഒരു സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ടതെന്നും അക്കാര്യത്തിൽ യു ഡി എഫിനുള്ളിൽ തന്നെ എതിരഭിപ്രായം ഉണ്ടെന്നും വിമർശനങ്ങളുണ്ടെന്നും അത് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുണ്ടോ നവാസെ? കാരണം അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന്റെ ഊഴത്തിൽ പറഞ്ഞോട്ടെ. അല്ല ശങ്കുട്ടിദാസ്, ഒരു വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഞങ്ങൾ വളരെ കൃത്യമായ വിഷയത്തിലൊക്കെ വളരെ കൃത്യമായി ഇന്നും പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് ആദ്യഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം അൻവറിനെ കൂടെ കൂട്ടിയാൽ നന്ന്, അത്രയും കൂടുന്നെങ്കിൽ നന്ന് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീടുള്ള പ്രതികരണങ്ങളും ഇപ്പോഴുണ്ടെന്നേ ഞങ്ങൾ ഇന്നും പറയുന്നതല്ലേ. ഞങ്ങൾ ഇന്നും പറയുന്നത്, ഞങ്ങളിതാ ഇന്ന് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് വിജയാഘോഷിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ എന്താണ്, ഈ പറയുന്ന പി വി അൻവറിന് കിട്ടിയ വോട്ട് അത് ഈ സർക്കാർ വിരുദ്ധ വോട്ടുകളാണ്, അതും കൂടി നമ്മുടെ കൂടെ വേണമായിരുന്നു. എവിടെയാണ് ഞങ്ങൾ പി വി അൻവറുമായി ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ പി വി അൻവർ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവിടെ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടന, കാലങ്ങളായി കേരളത്തിൽ നിൽക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ബേസിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന ഞങ്ങളുടെ കോൺഫിഡൻസ് ഒരു പക്ഷേ ശങ്കുട്ടിദാസ് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ ചേർത്തിരുന്നുവെങ്കിൽ ഈ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോവാതെ ഒരുമിച്ച് നിർത്താമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന ഞങ്ങളെ കോൺഫിഡൻസിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഈ 10,000 പരം ഭൂരിപക്ഷം. അതിനെ മറ്റു രൂപത്തിൽ വായിച്ചെടുക്കുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇത്ര തെളിഞ്ഞ ഒരു ചിത്രം നിൽക്കുന്ന കാലത്ത് ശങ്കുട്ടിദാസിനെ പോലെ ഒരാൾ തെളിഞ്ഞൊരു ദിവസത്തിൽ അങ്ങനെ വായിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഞാൻ പറയാണ്. ശരി, ഇനിയിപ്പോൾ എന്തായാലും അൻവറിന്റെ പാർട്ടിയുടെ നിലപാടാണല്ലോ അറിയേണ്ടത്. എന്റെ ഊഴം കഴിഞ്ഞോ? താങ്കൾ പൂർത്തിയാക്കിയില്ലേ? അല്ല, എന്റെ ഊഴം കഴിഞ്ഞു. അല്ല, പറഞ്ഞു പൂർത്തിയാക്കാൻ ഇനി എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല, ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ശരി, പറയൂ. അല്ല, അതിനിടയിൽ അദ്ദേഹം ഇടപെട്ടതാണ്. ശരിയാണ്. ഇന്ന് യു ഡി എഫ് ജയിച്ചിട്ടുള്ള ദിവസമാണ്. ആ യു ഡി എഫിന്റെ വിജയത്തിൽ മുസ്ലിം ലീഗിന് പ്രധാനമായിട്ടുള്ള ഒരു അവകാശവാദമുള്ള ദിവസമാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ അത് ലീഗിന്റെ കൂടി വിജയമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്ന് കരുതി ലീഗിന്റെ പ്രതിനിധിക്ക് ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇടപെടാനുള്ള അവസരം കൊടുക്കണമെന്ന് അർത്ഥമില്ല. ചർച്ചയിൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള സമയം തരികയാണ് വേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇത് ശരി 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 അദ്ദേഹം പൂർത്തിയാക്കട്ടെ. ഞാൻ നടത്തിയത് എൻ്റെ ഒരു വിലയിരുത്തൽ, എൻ്റെ ഒരു നിരീക്ഷണമാണ്. നമ്മൾ വസ്തുതകൾ വെച്ചുകൊണ്ട് പറയുന്ന ഫാക്ച്വൽ അനാലിസിസും ഉണ്ട്, നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ വിലയിരുത്തലും വെച്ച് പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായം എപ്പോഴും നിങ്ങൾക്ക് യോജിച്ചോളുന്നില്ല, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ ഇടപെടാൻ അർത്ഥമില്ല. അത് മറ്റൊരു വിഷയം. ശരി, അങ്ങ് പറഞ്ഞ പല കാര്യത്തോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് വർഗീയതയുടെ വിജയമാണെന്ന് പറയുന്നത് വലിയ എന്തോ തെറ്റായിട്ട് അങ്ങ് പറയുന്നുണ്ട്. ശരിയാണ്. മുസ്ലിം എന്താ പറയുക, PDP പോലത്തെ ഒരു പാർട്ടിയെ കൂടെ കൂട്ടിയിട്ടുള്ള CPM-ന് ഒരു പക്ഷേ ഇതിൽ ജമാഅത്തെ ഇസ്ലാമിനെ കൂടെ കൂട്ടിയതിൻ്റെ വർഗീയതയെ പറ്റി പറയാനുള്ള അവകാശമില്ല നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ മുസ്ലിം ലീഗിന് പുറമെ ജമാഅത്തെ ഇസ്ലാമിനെ പോലെ ഹുക്കുമത്തില്ലാഹി എന്ന് പറയുന്ന മതരാഷ്ട്ര സ്ഥാപനം പ്രഖ്യാപിത ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ഒരു സംഘടനയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ട് ആ വിജയത്തിൽ വർഗീയ ശക്തികളുടെ ഇടപെടലുണ്ട് എന്ന് പറയുന്നത് മഹാപരാധമാണ് എന്നങ്ങ് ദയവായി പറയരുത്. 50.6%, അതായത് 51% മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി അതായത് സമുദായത്തിന്റെ പിന്തുണ മാത്രം പോരാ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സാമുദായിക സംഘടനയുടെ പിന്തുണ മാത്രം പോരാ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടി കൃത്യമായിട്ടുള്ള പിന്തുണ വേണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി പിന്തുണ നേടി വളരെ കൃത്യമായിട്ടുള്ള മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഇങ്ങനെ പച്ച രാഷ്ട്രീയ പാർട്ടി അതേലും മുസ്ലിം ലീഗ് ആ മുന്നണിയിലെ ഭാഗമാണല്ലോ. മുസ്ലിം ലീഗ് ആ മുന്നണിയിലെ ഒരു പാർട്ടിയാണല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ
ഞാൻ പറയുന്നത് കേൾക്കൂ. മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ മാത്രം പോരാ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമുദായിക പാർട്ടിയാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ മാത്രം പോരാ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പിന്തുണ കൂടി വേണം, ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണ കൂടി വേണം. എന്നതുകൊണ്ടാണ് ലീഗ് പോരാതെ ജമാഅത്തെ ഇസ്ലാമിനെ കൂടി വാചകത്തിന്റെ അർത്ഥത്തെ പോലും ഒരു ബോധവും താങ്കൾക്കില്ല. ശങ്കുട്ടിദാസ് പറയുന്ന വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് ബോധം പോലും താങ്കൾക്കില്ലല്ലോ. ശരി, ഞാൻ ഈ സുഗുലേക്ക് പോകുന്നു. ശ്രീ സുഗു, പൊളിറ്റിക്കൽ ഇസ്ലാം നോക്കൂ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സുഗുലേക്ക് വാചകത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറയുന്നില്ല മൗലാന മൗദൂദി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളെ ഞങ്ങൾ തള്ളി പറയുന്നുണ്ട് എന്ന്. അവരുടെ ഈ പറയുന്ന മതരാഷ്ട്രവാദ സിദ്ധാന്തങ്ങളെ ഞങ്ങൾ ശങ്കുട്ടിദാസ് ഇവിടെ സ്വതന്ത്രമായി നടക്കാൻ പറ്റുമോ? ഇവിടെ സ്വതന്ത്രമായി നടക്കാൻ പറ്റുമോ? നമുക്ക് വിടാതെ എത്ര ദിവസമായി കേവലം 3000-ഓളം വരുന്ന ഒരു സംവിധാനം, 3000-ഓളം വോട്ട് വരുന്ന ഒരു സംവിധാനത്തെ ഇങ്ങനെ വലുതാക്കി സംസാരിക്കാൻ ഇവിടെ BJP-യും CPM-ഉം മത്സരിക്കുകയാണ്. എനിക്കൊരു മിനിറ്റ് തരൂ. ശ്രീ നവാസിന് ഞാൻ ഡയറക്റ്റ്ലി തന്നെ ഉത്തരം പറയാം. ഈ ഗാന്ധി വധത്തിന് ഉത്തരവാദിയായിട്ടുള്ള നാഥുറാം വിനായക ഗോഡ്സെ ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തള്ളി പറയാൻ ഞാൻ തയ്യാറാണ്. നാഥുറാം വിനായക ഗോഡ്സെ ചെയ്തത് തെറ്റാണെന്നും അയാളെ ഞങ്ങൾ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കുന്നില്ലെന്നും അയാളെ ഞങ്ങൾ തള്ളിക്കളയുന്നെന്നും പറയാൻ ഞാൻ തയ്യാറാണ്. ഒരു ജമാഅത്തുകാരനെ കൊണ്ട് കെട്ടിയിടാൻ പറ്റില്ല. ആ രൂപത്തിൽ അതിനെ അവതരിപ്പിക്കുമ്പോൾ അത് മുസ്ലിം ന്യൂനപക്ഷം അതെങ്ങനെ കാണുന്നു എന്നത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. സുഗു, ഇന്നിപ്പോൾ നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ PV അൻവറിന് സാധിച്ചിട്ടുണ്ട്. LDF-ന്റെ വോട്ടാണ് താൻ കൂടുതൽ പിടിച്ചത് എന്ന് പറയുന്നു. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ അവിടെ നിൽക്കുകയാണ്. ഈ പറഞ്ഞ 2006-ൽ നിന്ന് അല്പം മാറ്റം വന്നിരിക്കാം, പക്ഷേ ഞങ്ങളുടെ അടിസ്ഥാന വോട്ടിൽ ഇളക്കം തട്ടിക്കാൻ PV അൻവറിന് സാധിച്ചിട്ടില്ല. അൻവറിന്റെ വോട്ട് പിടിച്ചു, അപ്പുറത്ത് UDF-ന്റെ വോട്ട് പിടിച്ചു, CPM-ന്റെ വോട്ട് പിടിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമാധാനിച്ച് പിരിയാവുന്ന ഒരു കണക്കാണോ ഇത്? സ്മൃതി, അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കറിയാലോ CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു രീതി എന്താ. ചരിത്രത്തിൽ ഇതുപോലെ ഇത്രയേറെ വിഷമതകൾ സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPM-ന്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ചരിത്രത്തിൽ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ CPM നേരിട്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഏരിയ ലോക്കൽ നേതൃത്വവും ഒക്കെ ഓരോ ബൂത്തിലും അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്തിനു വേണ്ടിയായിരുന്നു? സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ നമുക്കറിയാലോ, CPM-നെ അവതരിപ്പിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു മുഖമായിട്ടാണ് സ്വരാജിനെ അവതരിപ്പിക്കുന്നത്. ആ സ്വരാജിനെ അവതരിപ്പിക്കുമ്പോൾ CPM-ന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ആ സ്വരാജിനെ ഈ തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് സ്വരാജിനെ വിജയിപ്പിച്ചെടുക്കുന്നത് വഴി രണ്ടാം പിണറായി സർക്കാരിനുള്ള ഒരു പൊൻതൂവലാക്കി സ്വരാജിൻ്റെ വിജയം മാറ്റാം എന്നുള്ള ഒരു വ്യാമോഹമായിരുന്നു CPM-നുണ്ടായിരുന്നത്. അത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും CPM-ന്റെ നേതാക്കൾ നമ്മൾ ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാവും എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷേ അവിടെ അന്നൊക്കെ ഈ PV അൻവർ രണ്ടാം പിണറായി സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ള വാദമുഖങ്ങൾ ശരിയാണെന്ന് സമ്മതിക്കാനുള്ള വൈഷമ്യം കൊണ്ട് PV അൻവർ ആരുമല്ല, PV അൻവറിൻ്റെ കൂടെ ആരുമില്ല, PV അൻവർ ഒറ്റപ്പെട്ട ശബ്ദമാണ് എന്ന് ആക്കി തീർക്കാൻ ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിൻ്റെ തോൽവി. നമുക്കറിയാലോ,
CPM-ൻ്റെ സംഘടനാ രീതി അനുസരിച്ച് ആ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള പരാജയത്തെ സംബന്ധിച്ച് വിവിധ ഘടകങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അത് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പാർട്ടി കടക്കും. ഇന്ന് രാവിലെ മുതൽ എന്താ കേൾക്കുന്നത്? ഇന്ന് രാവിലെ മുതൽ നമ്മൾ CPM-ൻ്റെ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത് ഈ ഭരണവിരുദ്ധ വികാരമല്ല എന്നാക്കി തീർക്കാനുള്ള വ്യഗ്രതയാണ്. PV അൻവറിനെ സംബന്ധിച്ച് നമുക്കറിയാം, PV അൻവർ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്ന ആ സമയത്ത് ഏകദേശം 7000-ഓളം വോട്ടാണ് PV അൻവറിൻ്റേതായിട്ട് നമുക്ക് ആ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ 2016 തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ ആ PV അൻവറിൻ്റെ 7000-ഓളം വരുന്ന വോട്ട് ബാങ്ക് നിലമ്പൂരിലുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ ബാക്കി 13,000 വോട്ട് എവിടുന്ന് വന്നതാ? ഞാനൊക്കെ കണ്ടിട്ടുള്ളത് PV അൻവറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഒരു 60% ആളുകൾ CPM-ൻ്റെ അനുഭാവികളായിട്ടുള്ള CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ CPM-ന് വോട്ട് ചെയ്തിരുന്ന ആളുകളാണ്. ഞങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു 10% ആളുകളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിച്ചും ഒക്കെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ വലിയ തോതിൽ ഒരു 25%-ഓളം CPM വോട്ട് പിണറായി പിന്നെ PV അൻവർ പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കാന്ന് ആ വസ്തുത മനസ്സിലാക്കാതെ ഏതൊക്കെ പഞ്ചായത്തിലൊന്ന് കൃത്യമായി പറയാൻ സാധിക്കുമോ? ഇപ്പോൾ വഴിക്കടവിന്റെ കാര്യം പറയുമ്പോൾ അവിടെ UDF-ന്റെ ലീഡ് 1829 അതിൽ കൂടുതൽ അവിടെ ഉണ്ടാകുമെന്ന് UDF തന്നെ പ്രതീക്ഷിച്ചതാണ്. മൂത്തയിടത്ത് പിന്നെ UDF-ന്റെ ലീഡ് 2067. എടക്കരയിൽ വോട്ട് പിടിക്കുമെന്ന് കരുതിയിരുന്നല്ലോ. അവിടെ VV പ്രകാശ് ഫാക്ടർ പറഞ്ഞെടുത്തിടത്ത് 1170 വോട്ടിന്റെ ലീഡാണ് UDF-നുള്ളത്. പോത്തുകല്ലും ഈ പറഞ്ഞ PV അൻവർ പിടിക്കുമെന്ന് പറഞ്ഞ ഇടമാണ്. അവിടെ UDF-ന്റെ ലീഡ് 307. പോത്തുകല്ലിൽ നിന്നാണോ ചുങ്കത്തറയിൽ നിന്നാണോ? നിലമ്പൂർ നഗരസഭയിൽ നോക്കൂ, നഗരസഭയിൽ ഈ LDF-ന് അവിടെ ഭരണം നേടിക്കൊടുത്തത് ഞാനാണ് എന്ന് PV അൻവർ പറഞ്ഞിരുന്നു. 4-ൽ നിന്നും എണ്ണം ഉയർത്തിയത് ഞാനാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ നോക്കൂ, 3967 വോട്ടിന്റെ ലീഡ് UDF-നാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് അൻവറിന് വോട്ട് കിട്ടിയിരിക്കുന്നത്? അല്ല, അൻവറിന് വോട്ട് കിട്ടിയത് നമ്മൾ ഒന്നാമത്തെ ബൂത്ത് മുതൽ 263-ാമത്തെ ബൂത്ത് വരെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളാണ്. 200-ഓളം അടുത്ത് വരുന്ന വോട്ട് കിട്ടിയ സ്ഥലങ്ങൾ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതല്ലേ. സ്മൃതി, ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ നിലവിലുള്ള ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തേ CPM-ന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാതിരുന്നത്? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ച പ്രദേശങ്ങൾ എന്തേ ഈ പ്രാവശ്യം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാതെ പോയത്? ഇതൊക്കെയല്ലേ വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, CPM-ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വോട്ട് എന്താണ്? ഇപ്പോൾ പിണറായി വിജയനെതിരെ PV അൻവർ പറഞ്ഞ കാര്യങ്ങളാണോ പ്രതിഫലിച്ചിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് പ്രതിപക്ഷം അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിൻ്റെ ഒരു ഷെയർ പ്രതിപക്ഷത്തിന് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ ജീവിത പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ ആരാ ആദ്യം സൂചിപ്പിച്ചത്? അത് PV അൻവറാണ്. ആ PV അൻവർ പറഞ്ഞ കാര്യത്തിന് PV അൻവറിന് 20,000-ഓളം വോട്ട് കിട്ടി എന്നുള്ളത് വസ്തുത നമ്മൾ കാണണ്ടേ? ചെറിയ ഒരു 6 മാസത്തെ പ്രായമുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് നമുക്കറിയാലോ സംഘടനാ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ്. ആ ദുർബലമായ സംഘടനാ സംവിധാനത്തിൽ നിന്ന് ഒരു വോട്ടറെ സംബന്ധിച്ച്, ഒരു വോട്ടറെ നേരിട്ട് പോയി കാണുന്നതിനുള്ള പ്രവർത്തകരുടെ ലഭ്യത ഇല്ലാത്ത ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് PV അൻവറിൻ്റെ ഒരു ആഹ്വാനം മാത്രം ആ സോഷ്യൽ മീഡിയ വഴിയും പത്രമാധ്യമങ്ങൾ വഴിയുമൊക്കെ ഈ തരത്തിൽ ഈ PV അൻവർ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വോട്ടായി വന്നിട്ടുള്ളത് അതിൽ മഹാഭൂരിപക്ഷം വോട്ട് ഞങ്ങൾക്ക് വന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി, ഈ PV അൻവറിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ CPM എന്നുള്ള ചോദ്യമാണ് എനിക്ക് അരുൺകുമാറിനോട് ചോദിക്കാനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം അതിൽ കണക്ക് പറയണം. കാരണം നേരത്തെ ഈ 1638 വോട്ടിന്
എം സ്വരാജ് ജയിക്കും എന്നുള്ളൊരു കണക്ക് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഓരോ കണക്കും ഓരോ സ്ഥലത്തെയും കണക്കും ഓരോ പാർട്ടികൾക്കും കിട്ടുന്ന കണക്കാക്കുമ്പോൾ NDAയ്ക്കും താഴെയായിരുന്നു അൻവറിന് എല്ലാ പഞ്ചായത്തുകളിലും നിങ്ങൾ കണക്കുകൂട്ടിയത്. പക്ഷെ ആ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അൻവറിന്റെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാൻ ചോദിച്ചത് PV അൻവറിനെ നിങ്ങൾ ചുരുക്കി കണ്ടോ? നിങ്ങൾ ഈ നേരത്തെ പ്രതീക്ഷിത വോട്ടിന്റെ കണക്കുകൾ പറയുമ്പോൾ 1238 വോട്ടിന് സ്വരാജ് ജയിക്കുമെന്നുള്ള കണക്കുകൾ പറഞ്ഞെടുത്ത് അവിടെ NDAയ്ക്കും താഴെയാണ് അൻവറിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും 600, 400, 300, 200 ഒക്കെ വോട്ടുകളാണ് അദ്ദേഹത്തിന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ അൻവർ ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണോ? അതോ അൻവറിനെ അവഗണിച്ച് അങ്ങനെ പറഞ്ഞാൽ അത് വോട്ടായി മാറുമെന്ന് തെറ്റിദ്ധരിച്ചോ? അൻവർ നേരത്തെയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. CPMന്റെ ഭാഗമായി LDFന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ആധികാരികമായിട്ടുള്ള വിജയം നേടാൻ കഴിഞ്ഞത്. അതിൽ ആദ്യത്തെ തവണ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു, രണ്ടാമത്തെ തവണ ഏകദേശം 2700 വോട്ടിന് ജയിച്ചു. അദ്ദേഹം 9 വർഷത്തിനിടയിൽ നടത്തിയ പല വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികളുമെല്ലാം LDFന്റെ ഒരു പ്രതീകം എന്ന രൂപത്തിൽ തന്നെ ആളുകൾ കണ്ടിട്ടുണ്ടാകാം, ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുണ്ടാകാം. അദ്ദേഹം മുഖ്യമന്ത്രിയെ സ്റ്റേജിലിരുത്തി 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ അനുവദിച്ച എന്റെ പിതൃതുല്യനായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും 9 വർഷം MLA ആയി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടുള്ള ബന്ധം, അതിന്റെ ഭാഗമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ എല്ലാം വരുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതും ഞങ്ങൾ പരിശോധിക്കും. കാരണം ഞങ്ങളുടെ ബൂത്ത് ഘടകങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുമ്പോൾ കണക്കുകൾ ശേഖരിക്കുമ്പോൾ ഉള്ള അസസ്മെന്റിനേക്കാൾ കൂടുതൽ വോട്ട് അൻവറിന് പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലവിലെ MLA തന്നെ വരുന്നു. 9 കൊല്ലമായിട്ട് MLA ആയ ആൾ വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിച്ച ആൾ വരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും എല്ലാം ഇടപെട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന രൂപത്തിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വോട്ടുകൾ പോയിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിക്കും. പക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഞങ്ങളുടെ ഒരു വോട്ടിംഗ് ഘടനയിലും ഞങ്ങൾക്ക് ആ മണ്ഡലത്തിലുള്ള സ്വാധീനത്തിലും ഇടിവ് വന്നിട്ടില്ല എന്നുള്ളത് ഖണ്ഡിക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കഴിഞ്ഞില്ല. UDFന്റെ പ്രതിനിധി അടക്കം കുറച്ച് ആക്രമിച്ചു. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ 140 സീറ്റ് ഉള്ളതിൽ കോൺഗ്രസിന്റെ സീറ്റ് 15% സീറ്റ് മാത്രമാണ്. 21 ആയിരുന്നു, അത് 22 മാറി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സീറ്റ് 22 ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇപ്പോഴും 48% സീറ്റ് ഈ കേരളത്തിലുണ്ട്. അതായത് CPMന് ഒറ്റയ്ക്ക്, LDFന്റെ അല്ല. ഞങ്ങൾക്ക് 48% സീറ്റും കോൺഗ്രസിന് ഒറ്റയ്ക്ക് 22 സീറ്റുമാണ്. നിങ്ങൾ ഇപ്പോൾ 100 സീറ്റോടെ ഭരണത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് എത്ര സീറ്റ് തിരിച്ചു പിടിച്ചാലാണ് കേവല ഭൂരിപക്ഷമായി 70ലേക്ക് എത്താൻ കഴിയുക? ഇപ്പൊ 22 ആകെയുള്ളൂ. എത്ര സീറ്റ് പിടിച്ചാലാ? അപ്പൊ നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ സ്വപ്നവും എല്ലാം നല്ലതാണ്. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ പരിശോധിക്കും. മുൻപും വലിയ തിരിച്ചടികളും തോൽവികളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനെങ്ങനെ കാണുന്നു? അല്ല, അതിവിടെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോ ഞാനത് പറയാൻ പാടില്ലെങ്കിലും LDFന് കിട്ടിയ വോട്ട് പ്ലസ് LDFൽ നിന്ന് പോയ സ്വതന്ത്രന് കിട്ടിയ വോട്ട് കൂട്ടി നോക്കിയാൽ പിന്നെ UDFന് കിട്ടിയ വോട്ട് അതിന്റെ ശതമാനം ഇവിടെ പറഞ്ഞു. ഞാനത് പറയുന്നില്ല. ഇവിടെ എങ്ങനെയാണ് ഈ വോട്ട് വ്യത്യാസം വന്നത്? കാരണം 20,000-ഓളം വോട്ട് പോകുന്നു പ്രതിപക്ഷ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന വോട്ട്. അതിലേക്ക് ഒന്നും കണക്ക് പോലും ഞങ്ങളുടെ അടിത്തറ പോയിട്ടുണ്ടോ? ഇല്ല. ഈ മണ്ഡലം 34 വർഷമായി UDF വിജയിച്ച മണ്ഡലം തന്നെയാണ്. CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിജയിച്ച 65-ലും 67-ലും മാത്രമാണ്. അത്തരത്തിലൊരു കുത്തക മണ്ഡലം ഒന്ന് ആലോചിച്ച് നോക്കുക. UDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് അടിത്തറയിൽ നിന്ന് ചോർന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. നിങ്ങൾ 2006 അടിത്തറയായി പറയുന്നെങ്കിൽ അവിടെ നിന്ന് കുറഞ്ഞല്ലോ. 20 വർഷത്തിനിപ്പുറം വോട്ടർമാരുടെ എണ്ണം കൂടുന്നു, പാർട്ടി വളരുന്നു. അപ്പോൾ എന്താണ് നിലമ്പൂർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കണക്ക് എന്നൊരു ചോദ്യമുണ്ട്. അല്ല, അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ 1-2 പാർട്ടികൾ തമ്മിലുള്ള ഡയറക്ട് ഫൈറ്റ് ആണ്. 1960 പട്ടാമ്പിയിൽ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ആകെ 2 സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ എണ്ണം കൂടുന്നു, അതനുസരിച്ച് വോട്ടർമാരുടെ എണ്ണം കൂടുന്നുണ്ട്, മണ്ഡലത്തിന്റെ രൂപം മാറുന്നുണ്ട്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും മാറ്റം വരികയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റ് ഞങ്ങളുടെ കയ്യിലിരുന്ന് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ ഇതൊന്നും ഘടകമായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കണക്കുകൾ വെച്ചുള്ള സാങ്കേതികത്വം എത്രത്തോളം നിലനിൽക്കും? ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നതിൽ ചില ഘടകങ്ങളുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, അതിൽ നിന്ന് അണുവിട ഞങ്ങൾ പുറകോട്ട് പോകില്ല. കാരണം ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയായപ്പോൾ ഉണ്ടായ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലായ്മ ചെയ്തത്, സ്കൂൾ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം. ഇന്നലത്തെ പത്രം സ്മൃതി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 81 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷനായിട്ട് അപേക്ഷ കൊടുത്തത്. 2620. അപ്പൊ ഓരോ രംഗത്തും
നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ല, അത് ഇനിയും പറയും. ഞങ്ങൾ നടത്തിയ അവസാനിപ്പിക്കാം. 900 കാര്യങ്ങളിൽ ഞങ്ങൾ പറഞ്ഞ പ്രകടന പത്രികയിൽ 760 കാര്യം പൂർത്തീകരിച്ചു, ബാക്കിയും പൂർത്തീകരിക്കും. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ കോട്ട് വേണ്ടേ അതും പറയും, ജമാഅത്തും പറയും, അതും പറയും, RSSനും പറയും, ഭൂരിപക്ഷ വർഗീയത പറയും, ന്യൂനപക്ഷ പറയും. എന്നിട്ട് വോട്ട് കിട്ടിയില്ലേ? ഭൂരിപക്ഷ വർഗീയത കേട്ടേയില്ല. നവാസ്, കേട്ടല്ലോ അരുൺകുമാർ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ പ്രചാരണ വിഷയങ്ങൾ, അതായത് എന്താണോ CPM ഉന്നയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ, അത് തന്നെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കും, അത് തന്നെ തുടരുമെന്നുള്ളതാണ്. അല്ല, അതിൽ അത്യധികം സന്തോഷം ഞാൻ രേഖപ്പെടുത്തണം. ആ ചർച്ച തന്നെ അദ്ദേഹം തുടരണം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ CPM പരാജയത്തിൻ്റെ കാരണങ്ങളെ പഠിക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങൾ ഈ വിജയമുണ്ടായതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇഴകീറി പരിശോധിക്കുകയും ഈ തിരഞ്ഞെടുപ്പിലെ വിജയം 2026 പൊതു തിരഞ്ഞെടുപ്പിലും അതിനിടയിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കണമെന്നും ഏതെല്ലാം തരത്തിൽ ഞങ്ങളുടെ സ്ട്രാറ്റജികളെ രൂപപ്പെടുത്തണമെന്നുള്ളതും വളരെ കൃത്യമായി പരിശോധന നടത്താൻ ഞങ്ങൾ തയ്യാറാവും. ഇപ്പോൾ അരുൺകുമാർ ഇവിടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ 900 കാര്യങ്ങൾ പറഞ്ഞു, 750 കാര്യങ്ങൾ ചെയ്തു. അരുൺകുമാറെ, നിങ്ങളുടെ ഈ പറയുന്ന പ്രോഗ്രസ് കാർഡിനകത്ത് വന്യജീവി പ്രശ്നമെല്ലാം ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ വന്യജീവി അക്രമം ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് ആ മലയോര കർഷക സമൂഹത്തിൻ്റെ അടക്കം വോട്ട് വാങ്ങി ഞങ്ങൾ ജയിച്ചു വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ സന്ദേശം സിനിമയിലെ ശങ്കരാടി തീസീസിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇവർ പറയുന്ന ശങ്കരാടി തീസീസിൽ അവർ കെട്ടി നിൽക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ആത്മവിശ്വാസമുണ്ട്. എന്തെല്ലാം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞുവോ അത് ജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് അടിയൊഴുക്കിന് സമാനമായ രൂപത്തിലേക്ക്, താഴെത്തിരയിൽ വലിയ രൂപത്തിലേക്ക് സർക്കാർ വിരുദ്ധ മനസ്സുകളാണ് ജനങ്ങൾക്കിടയിലുള്ളത്. അതുകൊണ്ട് ഈ വിജയത്തെ ഒരു പഠന വിധേയമാക്കാൻ ഞങ്ങൾ തയ്യാറാകും. UDF വിജയത്തെ പഠിച്ച് വരും വിജയങ്ങളിലേക്കുള്ള ഒരു ആസൂത്രിതമായ നീക്കത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കും. ശരി, ശ്രീ EA സുഗു, ഇപ്പോൾ നേരത്തെ UDFുമായി ചർച്ചകൾ തുടങ്ങി വെച്ചു, പിന്നീട് എങ്ങനെയാണ് ഇടയ്ക്ക് മുറിഞ്ഞു പോയതെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്താണ് ഇനി മുന്നിൽ കാണുന്നത്? അല്ല സ്മൃതി, ഇവിടെ നമുക്കറിയാലോ, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിന് സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് ഈ നിലമ്പൂർ ഇലക്ഷൻ തെളിയിച്ചതാണ്. അപ്പോൾ പിണറായി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നടപടികളെ എതിർക്കുന്നതിന് ഞങ്ങൾ കൂടി ആവശ്യമാണ് എന്നുള്ള തോന്നൽ UDFനുണ്ടെങ്കിൽ ഓക്കെ. അതില്ലെങ്കിൽ ഈ വിഷയവുമായി ഉയർത്തിപ്പിടിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ശരി, ശങ്കുട്ടിദാസ്, ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം അതെങ്ങനെ വിഘടിച്ചു പോയി, 3 പേരിലേക്കായി വിഘടിച്ചു പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അതെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം PV അൻവർ പിടിച്ചിട്ടുള്ള 19,000 ചില്ലാനം വോട്ടുകളെ ഒരേ സമയം LDF വിരുദ്ധവും UDF വിരുദ്ധവുമായിട്ടുള്ള വോട്ടുകളായിട്ടാണ് കാണേണ്ടത്. LDF സർക്കാരിനെ എതിർക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ആ വോട്ട് UDFന് കൊടുക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു തേർഡ് ആൾട്ടർനേറ്റീവിന് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വോട്ടുകളാണ്. എല്ലാ സമയത്തും ഇങ്ങനത്തെ ഒരു ചതുഷ്കോണ മത്സരമല്ലല്ലോ ഉണ്ടാവുക. നാളെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയേക്കാവുന്ന വോട്ടുകളായിട്ടാണ് ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആശാവഹമായിട്ടൊരു കാര്യമാണ്. അൻവർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്? ഞാൻ പറയുന്നത് അതിൻ്റെ ലാർജർ പിക്ചറാണ്. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ പോസിറ്റീവ് വോട്ടിംഗ് അല്ല പൊതുവെ ഉള്ളത്, നെഗറ്റീവ് വോട്ടിംഗ് ആണ്. ആരെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വരെ ആരെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യാറ്. ഈ ശീലം കൊണ്ടാണ് ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് ഒരിക്കലും ജയിക്കാത്തത്, BJP ജയിക്കാത്തത്. കാരണം LDF തോൽപ്പിക്കുക എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രയോറിറ്റി. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലും LDF തോക്കുക UDFനാണ്, അപ്പോൾ UDFന് വോട്ട് ചെയ്യും. അടുത്ത വട്ടം UDFനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി. അപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലും നിലമ്പൂരിലേത് രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരുന്നു. രാഷ്ട്രീയ വോട്ടുകളാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് അവിടെ കണ്ടത്. അൻവറിനും അൻവറിൻ്റെതായ ചില പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകളിൽ നിന്നുള്ള കൃത്യമായ വോട്ടുകൾ അദ്ദേഹം പിടിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി PK നവാസ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, EA സുഗു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.